നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ വൈക്കത്തേക്കാണ്. പ്രശസ്ത ഗായികയായിട്ടുള്ള വൈക്കം വിജയലക്ഷ്മിയുടെ വീടൊന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. ശാസ്ത്രീയ സംഗീതജ്ഞ, ചലച്ചിത്ര പിന്നണി ഗായിക, ഗായത്രി വീണ വായനക്കാരി എന്നീ നിലയിൽ പ്രശസ്തനായ വനിതയാണ് വൈക്കം വിജയലക്ഷ്മി. സെല്ലിലോയിഡ് എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര ഗാനരംഗത്ത് ശ്രദ്ധേയമായ ഒരു ഗായിക കൂടിയാണ് വൈക്കം വിജയലക്ഷ്മി. ഗായത്രി വീണ എന്ന സംഗീത ഉപകരണത്തിൻ്റെ സഹായത്തോടെ സംഗീത കച്ചേരികൾ നടത്താറുണ്ട്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് ഉദയനാപുരത്ത് ഉഷാനിലയത്തിൽ വി മുരളീധരൻ്റെയും പി കെ വിമലയുടെയും മകളായ വൈക്കം വിജയലക്ഷ്മി 1981 ഒക്ടോബർ 7 ജനിച്ചത്. ജന്മന അന്ധയാണെങ്കിലും കുട്ടിക്കാലം മുതൽ തന്നെ വിജയലക്ഷ്മി സംഗീതത്തിൽ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. സെല്ലിലോയിഡ് എന്ന മലയാള സിനിമയിൽ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ എന്ന യുഗ്മഗാനം ഗായകൻ ജെ ശ്രീരാമുവൊത്ത് പാടി. ഈ പാട്ടിലൂടെയാണ് വൈക്കം വിജയലക്ഷ്മിയെ മലയാളികൾക്കിടയിൽ പ്രശസ്തമാക്കിയത്. ഇതുകൂടാതെ ബാഹുബലി എന്ന ചിത്രത്തിൽ ആരിവൻ ആരിവൻ എന്ന പാട്ടും ആലപിച്ചു. മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകളിലും വിജയലക്ഷ്മി പാടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വൈക്കം വിജയലക്ഷ്മിയുടെ ഉദയനാപുരത്തുള്ള വീട്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് അവരുടെ തന്നെയായിട്ടുള്ള അമ്പലമാണ്. ഈ ഒരു വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കാണുന്നത്. കുട്ടിക്കാലത്ത് കിട്ടിയ കളിപ്പാട്ട വീണയിൽ പാട്ട് വായിക്കാൻ പഠിച്ചു വിജയലക്ഷ്മി. ഇത് കണ്ട് അച്ഛൻ മുരളിയാണ് ഒറ്റക്കമ്പി വീണ നിർമ്മിച്ച് നൽകിയത്. പിന്നീട് അതിലായി വാദനം. വിജയലക്ഷ്മിയുടെ ഒറ്റക്കമ്പി വീണയ്ക്ക് ഗായത്രി വീണ എന്ന പേര് നൽകിയത് കുന്നക്കുടി വൈദ്യനാഥനാണ്. ഗായത്രി വീണയിൽ വിജയലക്ഷ്മി കച്ചേരി നടത്താൻ തുടങ്ങിയിട്ട് ഏകദേശം 18 വർഷം പിന്നിടുന്നു. വൈക്കം വിജയലക്ഷ്മിക്ക് ചെറുതും വലുതുമായ അനേകം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പുരസ്കാരങ്ങൾ എല്ലാം തന്നെ വൈക്കം വിജയലക്ഷ്മിക്ക് കിട്ടിയതാണ്. വൈക്കം വിജയലക്ഷ്മിയുടെ വീടിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്ന അവാർഡുകൾ മുഴുവൻ. എണ്ണിയാൽ തീരാത്ത അത്രയും അവാർഡുകളാണ് വൈക്കം വിജയലക്ഷ്മിയുടെ വീടിൻ്റെ അകത്ത് ഇവർ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, 2012 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം, ഏഷ്യാനെറ്റ് ന്യൂസ് സ്ത്രീശക്തി പുരസ്കാരം, പ്രഥമ കേരള ശ്രീ പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു ഗായിക കൂടിയാണ് വൈക്കം വിജയലക്ഷ്മി. വ്യത്യസ്തമായ ശബ്ദത്തിലൂടെയാണ് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. സംഗീതത്തെ ജീവനായി കാണുന്ന വിജയലക്ഷ്മിയുടെ പാട്ടിന് ഗംഭീര സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ കൂടാതെ മറ്റു ഭാഷകളിലൂടെയും ഈ ഒരു ഗായിക ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.